അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പറഞ്ഞ കള്ളം നിങ്ങൾക്ക് ഗുണമായിട്ട് വന്നു. നീ പ്രഗ്നന്റ് ആണെന്ന് വീട്ടിലെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അഖിൽ നിന്നെ വളരെ സ്നേഹത്തോടെയാ നോക്കുന്നത്. ഇതാണ് ബേബി നിന്റെ സമയം. ഈ ഫേക്ക് പ്രഗ്നൻസി കാരണമാക്കിക്കൊണ്ട് അഖിലിനെ നീ നിന്റെ വശത്താക്കിക്കോളൂ. നീ പറയുന്നതെല്ലാം അനുസരിക്കുന്ന വിധത്തിലാക്കിക്കോ. പിന്നീട് നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കാം മോം. പക്ഷെ അഖിൽ ഞാൻ പറയുന്നത് കേക്കില്ല. അതെ സിസ്റ്റർ, അവൻ ആരുടെ വാക്കും കേക്കില്ല. പറയേണ്ട വിധത്തിൽ പറഞ്ഞാൽ ആരായിരുന്നാലും ഉറപ്പായിട്ടും കേൾക്കും. നിങ്ങൾക്ക് എങ്ങനെയാ പറയേണ്ടതെന്നറിയില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വരുമല്ലോ. ഹായ് ആന്റി. എപ്പോഴാ വന്നേ? സുഖം തന്നെയല്ലേ? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ അഖിൽ. നിന്നെ കുറിച്ചാ സംസാരിച്ചോണ്ടിരിക്കുന്നേ. 100 വർഷം ആയുസ്. അതിനുവേണ്ടി എന്താ ആന്റി? ആദ്യം തന്നെ നിനക്കൊരു കൺഗ്രാറ്റ്സ്. എനിക്ക് മുത്തശ്ശിയായിട്ട് പ്രൊമോഷൻ തരികയല്ലേ. താങ്ക് യു സോ മച്ച്. നിന്റെ അങ്കിൾ അവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ഓഫീസിലെ സ്റ്റാഫിനൊക്കെ ബോണസ് വരെ കൊടുത്തു. അല്ല, നിങ്ങളുടെ ഓഫീസിലെ നിങ്ങളുടെ സ്റ്റാഫുകൾക്കൊക്കെ ബോണസോ ഇൻക്രിമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തായിരുന്നോ? ഇല്ല ആന്റി. അറ്റ്ലീസ്റ്റ് സ്വീറ്റ്സ് എങ്കിലും കൊടുത്തോ? എന്താ അഖിലിത്? എത്ര നല്ലൊരു ഗുഡ് ന്യൂസ് ആണ്. നിങ്ങളുടെ സ്റ്റാഫുമായിട്ടെങ്കിലും ഷെയർ ചെയ്യണ്ടേ? ബോസ് അച്ഛനാകാൻ പോകുന്നെങ്കിൽ സ്റ്റാഫുകൾക്കൊക്കെ അതൊരു ആഘോഷമല്ലേ? സോറി, നിങ്ങളുടെ ഓഫീസിൽ ബോസ് നീയല്ല അല്ലേ? നിന്റെ അഭിയേട്ടനല്ലേ? സോറി അഖിൽ. ശരി, നിന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞോ? അവർക്ക് പാർട്ടി കൊടുത്തായിരുന്നോ? ഇല്ല ആന്റി, ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലാവും അഖിൽ. സ്റ്റാഫിന് ബോണസ് കൊടുക്കണമെങ്കിലും ഫ്രണ്ട്സിന് പാർട്ടി കൊടുക്കണമെങ്കിലും ഒക്കെ നിന്റെ കയ്യിൽ പണം വേണമല്ലോ. നിനക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ഇല്ലാത്തത് കൊണ്ട് നിന്റെ ചേട്ടനോട് ചോദിക്കണം, അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം. നിനക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല. നിനക്കിതിലൊരു സങ്കടവും ഇല്ലേ അഖിൽ? നിന്റെ ലൈഫിലെ ബെസ്റ്റ് മൂമെന്റ് നീ ആരോടും ഷെയർ ചെയ്യാതെ ഇരിക്കുന്നത് നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നില്ലേ അഖിൽ? എനിക്ക് അങ്ങനെ വലിയ വിഷമമൊന്നും തോന്നില്ല ആന്റി. കറക്റ്റാണ്, നിനക്ക് അങ്ങനെയൊന്നും തോന്നത്തേയില്ല. എന്താന്നറിയോ, നിനക്കതിനുള്ള വരുമാനം ഇല്ല. നിന്റെ ആഭിച്ചേട്ടനാണെങ്കിൽ അത് ചിന്തിക്കത്തുമില്ല. അതെന്താണെന്നറിയോ, നിന്നോട് അവൻ അത്രയ്ക്കുള്ള സ്നേഹമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയൊന്നും അല്ല ആന്റി, ഏട്ടൻ എന്നോട് വലിയ സ്നേഹമാണ്. ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ വലിയ സെലിബ്രേഷൻ നടന്നു കഴിഞ്ഞേനെയല്ലോ. സോറി, നിന്റെ ചേട്ടനെ കുറിച്ച് ഞാൻ തെറ്റായിട്ട് പറഞ്ഞു എന്ന് നീ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരു കാര്യം പറയട്ടെ അഖിൽ, ഇക്കാലത്ത് അവരവരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ക്ഷമയോ മനസ്സോ ചിന്തയോ അങ്ങനെയൊന്നും ആർക്കും ഇല്ല അഖിൽ. നിന്നെപ്പറ്റി നിന്റെ ചേട്ടൻ ചിന്തിച്ചാലും അത് നീ അവരെ ആശ്രയിക്കുന്നത് പോലെ ആകുമെന്നല്ലാതെ നിനക്കായിട്ട് ഒരു റെക്കഗ്നേഷൻ ഉണ്ടാവില്ല, ഇൻകമും ഉണ്ടാകില്ല. പണമില്ലാതെ ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അഖിൽ. ഇപ്പൊ നീ നിന്റെ ചേട്ടന്മാരുടെ കീഴിലാ ജോലി ചെയ്യുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും അവരോട് ചോദിച്ചിട്ടാണ് വാങ്ങുന്നത്. നാളെ നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാ. ആ കുഞ്ഞിന്റെ ചെലവിന് പോലും നിന്റെ ചേട്ടന്മാരുടെ മുമ്പിൽ കൈനീട്ടാൻ പോവാണോ? അപ്പൊ നിന്റെ കുഞ്ഞ് നിന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുക അഖിൽ? നീ ഒന്നിനും കഴിവില്ലാത്ത ഒരാളാണെന്നല്ലേ അത് വിചാരിക്കുള്ളൂ. എന്നും നിന്റെ കുഞ്ഞിന്റെ മുമ്പിൽ നീ ഹീറോ ആയിരിക്കണം അഖിൽ. നിന്നെ കണ്ട് നിന്റെ കുഞ്ഞ് അഭിമാനിക്കുന്ന വിധത്തിലായിരിക്കണം. ഇത്രയും വലിയൊരു ഡിസൈനറാണ് എന്റെ അച്ഛനെന്ന് പ്രൗഡായിട്ട് നിന്റെ കുഞ്ഞ് പറയണം. അതിന് നീ സ്വന്തമായിട്ട് സമ്പാദിക്കണം, സ്വയം നീ മുന്നേറണം.
നീ ഒന്ന് ആലോചിക്ക അഖിൽ. ഷുവർ ആന്റി, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇതെല്ലാം നിനക്ക് വേണ്ടിയും കാർത്തികയ്ക്ക് വേണ്ടിയും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയാ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. അത് ഇന്നു മുതൽ തന്നെ ആരംഭിച്ചേ മതിയാകൂ. ഓക്കെ ആന്റി, ഞാൻ ശ്രമിക്കാം. താങ്ക് യു. സൂപ്പറായിട്ട് പറഞ്ഞു കൊടുത്തു സിസ്റ്റർ. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അഖില് മാറണമെന്നില്ല മോം. ഉറപ്പായിട്ടും അവൻ മാറും. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ അഖിലിനോട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ശരി മോം. സൂക്ഷിക്കണം. എന്നാ ഞാൻ ഇറങ്ങുക. വസു, എപ്പോ നോക്കിയാലും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം അല്ലേ? നിന്റെ ഉള്ളിൽ ഒരാൾ വളരുന്നത് നീ മറന്നോ? ദാ, നീ ഈ വെള്ളം കുടിക്കേ. എന്തിനാ ചേച്ചി? എന്തിനാന്നോ? ഗർഭിണികളായിരിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തില് നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നത് നല്ലതാ. ക്ഷീണം മാറും. ഇത് കുടിക്ക് വസു. ഇപ്പൊ എനിക്കൊന്നും വേണ്ട ചേച്ചി. വേണ്ടെന്നൊന്നും പറയണ്ട വസു. അല്ലെങ്കിൽ തന്നെ നീ ടയേർഡായിരിക്കുക. ആഹാരം കൂടി കഴിക്കാതിരുന്നാൽ എങ്ങനാ? ഇല്ലെങ്കിൽ നേരത്തെ പോലെ തല കറങ്ങി വീഴും. എന്തു പറ്റി വസു? എത്രയും പെട്ടെന്ന് സത്യങ്ങളെല്ലാം അറിഞ്ഞു വീട്ടിലുള്ള എല്ലാവരും ചേച്ചി പോലെ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ ചേച്ചി. അതിന് ഇനി അധികം നാളൊന്നും വേണ്ട വസു. ശരിക്കും പറയുകയാണെങ്കിൽ അതെല്ലാം നിന്റെ കയ്യിലാണ്. നീ എത്ര പെട്ടെന്ന് അഭിയോട് ഈ കാര്യം പറയുന്നോ അത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. മനസ്സമാധാനത്തോടെ ഇരിക്കേണ്ടത് ഇപ്പൊ നിനക്ക് വളരെ അത്യാവശ്യമാണ് വസു. ഏട്ടനോട് ഇതെങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ചേച്ചി. പറയണമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു, പക്ഷെ എന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല. ഇത് പറയാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ വസു. തീർച്ചയായും പറയേണ്ട കാര്യം തന്നെയാണ്. എത്ര സന്തോഷമുള്ള കാര്യം ഇത്. എത്ര നാൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും? എന്തോ എനിക്കറിയില്ല ചേച്ചി. എന്റെ ഈ അവസ്ഥയൊക്കെ കാണുമ്പോ ഞാൻ ചുമക്കുന്നത് ഒരു കുഞ്ഞിനെയല്ല, ഒരു ഭാരമായിട്ട് എനിക്ക് തോന്നുന്നത്. തെറ്റാണ് വസു. അങ്ങനെയൊന്നും പറയരുത് നീ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും നടക്കണമെന്നില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം തരുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത് അങ്ങനെ ആയിരിക്കണം വസു. അത് സംഭവിക്കുന്നത് വരെയും ഞാൻ രണ്ടാമതൊരു കുഞ്ഞിനെ കുറിച്ച് ഒരിക്കൽ പോലും ആലോചിച്ചിരുന്നില്ല ചേച്ചി. പക്ഷെ ഞാൻ കൺസീവ്ഡ് ആണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഒരുപാട് സന്തോഷിച്ചിരുന്നു. എല്ലാവരോടും ഈ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ ഈ അവസ്ഥ കൊണ്ട് എല്ലാം തലകീഴായി മാറി. വീണ്ടും ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളെ ഞാൻ ശ്രദ്ധിക്കില്ലെന്ന് അമ്മ വിചാരിക്കുന്നു. ഇപ്പോൾ ഉള്ള കുട്ടികളെ മതി, ഇനി ഒരു കുട്ടി കൂടി വേണ്ടെന്നാ അവര് പറയുന്നത്. മനസ്സിനുള്ളിൽ വലിയൊരു യുദ്ധം നടക്കുന്ന ചേച്ചി. എനിക്കത് മനസ്സിലാകും വസു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടെങ്കിൽ അത് അഭി മാത്രമാണ്. നീ ഇത് വേഗം അഭിയോട് പറയണം. അഭിയോട് പറയാതിരുന്നത് നിന്റെ തെറ്റാണ്. നീ പറഞ്ഞു കഴിഞ്ഞാ അതിനുശേഷം എന്ത് സംഭവിച്ചാലും അത് അഭി നോക്കിക്കോളൂല്ലോ. ഞാൻ പറയുന്നത് കേൾക്ക് വസു. ശരി ചേച്ചി, ഇന്ന് തന്നെ ഞാനത് പറയും. കുഞ്ഞിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഏട്ടനോട് സംസാരിക്കും. ഇപ്പോൾ ഉള്ള 3 കുട്ടികളെ മാത്രമല്ല, ഇനി എത്ര കുട്ടികൾ വന്നാലും ഒരാളോടുള്ള സ്നേഹം കുറയില്ല എന്നുള്ള കാര്യം
ഏട്ടന് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയും. വാസു എന്താ കുട്ടികളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? പറയേ വസു, നീ അബിയോട് ഇത് പറഞ്ഞാൽ അബി അമ്മയെ പറഞ്ഞു മനസ്സിലാക്കും. നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പറയേ വസു. എന്താ ഏട്ടാ ഓഫീസിൽ നിന്ന് ഇത്ര നേരത്തെ വന്നേ? ചില ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടി വന്നതാ. അല്ല, ഈ ബോക്സ് വെച്ച് എന്ത് ചെയ്യുവാ? അത് വീട് ക്ലീൻ ചെയ്തപ്പോ ഈ ബോക്സ് കയ്യിൽ കിട്ടി. അല്ല, ഈ ബോക്സിനുള്ളിൽ എന്താ? ഒരുപാട് നാളായിട്ട് ഞാനിത് കാണുന്നു. എന്താ ഇതിനകത്ത്? സീക്രട്ട്. പ്ലീസ് പറയുന്നേ. ഓപ്പൺ ചെയ്ത് നോക്കാന്ന് വെച്ചാൽ താക്കോലുമില്ല. ഈ ബോക്സിൽ എന്താണെന്ന് തനിക്ക് കാണണം, അത്രയല്ലേ ഉള്ളൂ. അതെ ഏട്ടാ. ഒരു മിനിറ്റ്. ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയും ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതെല്ലാം നോക്കി ഞങ്ങളുടെ പാട്ടങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അവർ വലുതായതിനു ശേഷം കാണിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. നമ്മൾ വലുതായതിനു ശേഷം നമ്മുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസ്, കളിപ്പാട്ടങ്ങൾ ഇതെല്ലാം വീണ്ടും കാണുമ്പോൾ അത് വല്ലാത്തൊരു ത്രില്ലാണ്. ഏട്ടനും എനിക്കും അഖിലിനും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഇതൊക്കെ. അച്ഛനും അമ്മയും ഞങ്ങൾക്ക് തന്ന വിലമതിക്കാനാവാത്ത സ്വത്ത് ഈ ഓർമ്മകളാണ്. ഞാനും ഇതുപോലെ കുഞ്ഞിന്റെ കളിപ്പാട്ടങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കും. കുഞ്ഞ് വലുതായി കഴിയുമ്പോ ആ ഓർമ്മകളെല്ലാം തന്നെ കുഞ്ഞിനെ ഏൽപ്പിക്കും. വസുന്ധര, എന്താ താൻ ആലോചിക്കുന്നത്?
എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല ഏട്ടാ, അത് ഏട്ടനോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഓ, കുട്ടികളെ പറ്റിയോ? അതെ ഏട്ടാ. വാസു എന്തായാലും പെട്ടു. അവള് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞാലേ അഭിയുടെ ജീവൻ ആപത്താണെന്ന് ഏട്ടത്തിയെ കാർത്തികയുടെ അമ്മ സ്വാമിജിയെ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുവല്ലേ. അതിപ്പോ സത്യമാണെന്ന് തെളിയിക്കണം. കുട്ടികളെ കുറിച്ച് തനിക്ക് എന്താണോ പറയാനുള്ളത് പറഞ്ഞോളൂ. അത് താൻ പറയുന്നതിനുള്ളിൽ തന്നെ ഞാൻ കോഫി കുടിച്ചു കഴിഞ്ഞു. ഇപ്പോ എടോ, തനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചൊക്കെ പറ. അത് മുകളിലിരുന്ന പൂച്ചട്ടി എങ്ങനെയാ താഴെ വീണത്?